ബാലൻ എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. നല്ലൊരു പടമാണ്. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹൈപ്പ്, അതായത് ഇപ്പം അടിപൊളി പടമാണ്, നല്ല പടമാണെന്നൊക്കെ ഒരുപാട് ഭാഗത്തു നിന്ന് കേട്ടെങ്കിൽ പോലും ഞാൻ ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പടം എന്താണ് ഏതാണെന്നൊന്ന് അറിയാൻ വേണ്ടി പോയി കണ്ടത്. അല്ലെങ്കിൽ എനിക്ക് ആ പടം തിയേറ്ററിൽ പോയി കാണണമെന്ന് സത്യം പറഞ്ഞാൽ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയി തിയേറ്ററിൽ കണ്ടു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറയുന്ന ഹൈപ്പൊന്നും ഞാൻ പറയുന്നില്ല, പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം കണ്ടിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായിട്ട് ഞാൻ എൻ്റെ ചോദിച്ചേടാ ഞാൻ ബാലൻ കാണാൻ പോയിരുന്നു, പടം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പടം എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, പടം ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവാം, ചിലർക്ക് മനസ്സിലാവാതിരിക്കാം. കാരണം എല്ലാ പടവും എല്ലാവർക്കും മനസ്സിലാവണം എന്നൊന്നും ഇല്ല. ചിലവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് തവണ കാണുമ്പോഴേക്കും പടം മനസ്സിലാവും. ചില പടങ്ങളൊക്കെ എനിക്ക് ഒരു തവണ കാണുമ്പോൾ ചിലപ്പോൾ എന്താണ് ശരിക്കും അവർ കൺവേ ചെയ്യുന്നത് മനസ്സിലാവും. ചിലപ്പോൾ 2-3 തവണയും കൂടെ കാണുമ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നത്. അപ്പം പടത്തിനെ പറ്റി പറയുമ്പം പടം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒരു അമ്മ മകൻ ബോണ്ടിങ്, അത് ഇടയ്ക്ക് അവരുടെ ലൈഫിലുണ്ടാകുന്ന സംഭവത്തിൽ അവർ രണ്ടായി വീണ്ടും ഒന്നിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ അമ്മയും മോനും, ഞാൻ ആ സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ പറയാം, പക്ഷേ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് എന്തെങ്കിലും രീതിയിൽ ഈ സിനിമ ഇനിയും കാണാത്തവർക്ക് സ്പോയിലറായിട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എനിക്ക് അതേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇങ്ങനെ അല്ലാതെ ഈ സിനിമയെ പറ്റി എങ്ങനെ ഞാൻ റിവ്യൂ പറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞു പോണതാണ്. സ്പോയിലറായി പോവുകയാണെങ്കിൽ കാണാത്തവർ ക്ഷമിക്കുക. അവർ ജയിൽ വിട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ലൈഫുണ്ട്, ആ ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം അവർ ഓരോ നാട്ടിലും ചെന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി അവിടെ എന്തെങ്കിലും അവരുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അവർ നേരെ ജമ്പ് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് പോകും. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ ഓരോ പേരും ഓരോ മതത്തിലുമാണ്. അതായത് ഇവരുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ, ഇപ്പം ചില സ്ഥലത്ത് അവർ ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, അപ്പോൾ ഹിന്ദു പേരായിരിക്കും അമ്മയ്ക്ക് മോനും, ചിലയിടത്ത് ക്രിസ്ത്യാനി ആയിരിക്കും, ചിലയിടത്ത് മുസ്ലിം ആയിരിക്കും. അപ്പം അങ്ങനെ പല പേരിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ജോലി ചെയ്ത് അവർ ചെയ്യാത്ത ഒരു ജോലിയുമില്ല. ഇത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് വരുമ്പോഴാണ് ഇവർ ഒരു വീട്ടിലേക്ക് കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ എത്തുന്നതും പിന്നെ അവിടെ നിന്നാണ് ആ സിനിമയുടെ ശരിക്കുള്ള ഇത് അങ്ങോട്ട് സ്റ്റോറി പോണത്. എനിക്ക് ശരിക്കും ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫാണ് അല്പമെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ ലാലിൻ്റെ മോൻ്റെ അഭിനയം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലാലിൻ്റെ മോൻ ഒരു സാധാ പോലീസ് കോൺസ്റ്റബിളായിട്ട് വന്നിട്ട് പിന്നെ SI ആയി മാറുന്നതാണ് ആ സിനിമയിൽ. SI ടെസ്റ്റൊക്കെ എഴുതി SI ആവുകയാണ്. അപ്പം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അല്പമെങ്കിലും ടച്ചിങ് ആയിട്ട് തോന്നിയത് ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടവർക്ക് അറിയാമല്ലോ. ക്ലൈമാക്സിൽ ശരിക്കും ഈ അമ്മയും മോനും രണ്ടായി പിന്നീട് ഒന്നിക്കുകയാണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന ടൊവിനോൻ്റെയാണ്. ടൊവിനോ സിനിമയിൽ അങ്ങനെ ഇല്ല, സെക്കൻഡ് പാർട്ടിലാണ് ടൊവിനോ വരുന്നത്. ടൊവിനോൻ്റെ അഭിനയം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തത്തിൽ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഹൈപ്പൊന്നും ഞാൻ പറയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സിൻസിയറായിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ മേക്കിംഗ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇവർ ആ ഒരു വീട്ടിലേക്ക് കെയർ ടേക്കർ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ഒരു അമ്മുമ്മേനെ പരിചരിക്കാൻ വേണ്ടി വന്നതിന് ശേഷമുള്ളതാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുക. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഇവരുടെ നോർമൽ ലൈഫ്, അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പെടാപ്പാടുണ്ട്, ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരു അമ്മയും മോനും എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ സിനിമയെ പറ്റി ഞാൻ പറയുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.